ഹലോ, നമുക്ക് കിട്ടിയ ബീൻസ് എക്സ്ട്രാ ഉള്ളത് അരിഞ്ഞിട്ട് ഫ്രീസറിൽ കയറ്റാം. അങ്ങനെ ഞാൻ കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് ഫ്രീസർ ബാഗിലാക്കാം. അതിനെ നമ്മൾക്ക് ഈ ഫ്രീസർ ബാഗിനകത്തോട്ട് ആക്കാം. എൻ്റെ സിപ്പപ്പ് ലോക്ക് ബാഗ് തീർന്നു പോയി. ഇപ്പോൾ ഈ സാധാരണ ബാഗേ ഉള്ളൂ. ആ സിപ്പപ്പ് ബാഗിലായിരുന്നെങ്കിൽ സീൽ ചെയ്ത് വെക്കാമായിരുന്നു. ഇതിപ്പം ഫോൾഡ് ചെയ്ത് വെക്കുക, റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയോ ചെയ്യണം. അത് ഫ്രീസറിൽ ഇരുന്നോളും. ഇനിയിപ്പോൾ തണുപ്പാകുമ്പോൾ ഇവിടെ ബീൻസ് കിട്ടത്തില്ല. ഈ ഉണ്ടായിരുന്ന ബീൻസ് ഞാൻ വന്നവർക്കൊക്കെ ഞാൻ കൊടുത്തു, കൂട്ടുകാർക്കൊക്കെ കുറച്ച് പേർക്കൊക്കെ കൊടുത്തു. പിന്നെ ഇതരിഞ്ഞ് വെറുതെ കിട്ടുന്ന സമയമുള്ളപ്പോൾ അരിഞ്ഞെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ കുക്ക് ചെയ്യാൻ നേരത്തെ ഇത് ബാഗ് ഫ്രീസറിൽ ഇരുന്നോളും. പിന്നെ എളുപ്പപ്പണിയായല്ലോ, നമുക്ക് പെട്ടെന്ന് അരിയാനൊന്നും നിൽക്കേണ്ട. എന്നിട്ട് നേരത്തെ എടുത്ത് സമയത്തിന് ആവശ്യത്തിന് ഫ്രീസറിൽ നിന്ന് എടുത്ത് നമുക്ക് അതിന് കറി വെച്ചാൽ മതി. അതുപോലെ ഈ ബാക്കിയുള്ളതും കൂടെ നമുക്കെടുത്ത് അരിഞ്ഞിട്ട് ഫ്രീസർ ബാഗിൽ വെക്കാം. അങ്ങനെ നമ്മൾ ബീൻസ് എല്ലാം അരിഞ്ഞ് അടുത്തൊരു ബാഗിൽ, നാലാമത്തെ ബാഗിലോട്ടാക്കി. അതിനെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം നമുക്ക് ഫ്രീസറിൽ വെക്കാം. അങ്ങനെ നമ്മൾ അരിഞ്ഞ ബീൻസ് എല്ലാം കൂടി ഫ്രീസർ ബാഗിലോട്ട് കീപ്പ് ചെയ്യാം. നമുക്കന്നേരം അത്യാവശ്യമുള്ള സമയത്ത് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ വേറെ വെജിറ്റബിളൊന്നും ഇല്ലെങ്കിൽ എടുക്കാം. കുറേ നാളത്തേക്ക് ഇരുന്നോളും. അടുത്ത സമ്മർ വരെ ഇരുന്നോളും. ഓക്കെ, ഇതിങ്ങനെ എക്സ്ട്രാ വരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.